മെത്തി മെത്തി സ്ഥലമെത്തി. അനാർക്കലിയുടെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അതാണ് ഉദ്ദേശിച്ചത്. ഫ്യൂച്ചറിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് അല്ല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത് തെറ്റാണോ? എനിക്ക് അറിവില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുവാ. ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. അപ്പൊ വീട്ടിൽ നിർബന്ധമൊന്നുമില്ല? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും പറയുന്നില്ലേ? ഇല്ല, അത് ഞാൻ എന്റെ ചെലവിനാ ജീവിക്കുന്നത്. മനുഷ്യനെ മെനക്കെടുത്താ നടക്കണം, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പക്ഷെ ഞാൻ ചോദിക്കത്തില്ലേ ഇങ്ങനെ, മോളെ എന്താ ഈ കല്യാണമൊക്കെ ആയോ പിന്നെ അങ്ങോട്ട്. ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അനാർക്കലിയോട് ചോദിക്കേണ്ടി വരും, എന്താ ഈ കല്യാണമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നാച്ചുറലി ഒരു അപ്പനും അമ്മയ്ക്കും പെൺകുട്ടി ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇല്ല, അങ്ങനത്തെ ഒരു ടെൻഷനും രണ്ടുപേർക്കും ഇല്ല. പ്രായമാകുമ്പോ പരിചയം പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ മറ്റുള്ളവരെ ചെണ്ടകുട്ടി അറിയിക്കേണ്ട കാര്യം എന്തുവാ? ബന്ധിച്ചിട്ടില്ല അതൊക്കെ. ഉമ്മ കല്യാണം കഴിക്കണ്ടെന്നാ പറയുന്നത്. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ആക്കിൽ ആരോടാ? അപ്പനോടാന്ന് അമ്മയോടാന്ന് രണ്ടുപേരോടും ഞാൻ എല്ലാം ഷെയർ ചെയ്യും. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ എന്നതാ? സേനടേ താഴെ വിട്ട് തുണി വാങ്ങടേ. എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റ അങ്ങനെ ഷെയർ ചെയ്യാത്ത ഇവിടെ ഷെയർ ചെയ്ത് അവരറിയില്ലേ. ചമ്മി അഖിലെ, ഞാൻ പനീർ ഉണ്ടാക്കി തരട്ടെ? നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ. ഇപ്പൊ വിട്ട നൂത്തങ്ങ് പോവാം.